ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ ഈ വാർണിങ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത്, എവിടെ ഡെമോ അക്കൗണ്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് ഒരു കോൺഫിഡൻറ്റോട് കൂടി ചെയ്യുന്നവർക്ക് നല്ലൊരു എന്താ പറയുക പ്രോഫിറ്റ് അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ട്രേഡിങ്ങിനുണ്ടാവും. ട്രേഡിംഗ് അത്രയ്ക്ക് നല്ല സുഖമുള്ള കാര്യങ്ങളൊന്നും അല്ല. കാണുമ്പോൾ നമുക്ക് നല്ല സുഖമാണെങ്കിലും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കോട്ടക്സിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9 o'clock സെക്ഷനാണ്. 9 o'clock നമ്മൾ ട്രേഡ് എടുക്കുന്നു. ഓക്കെ, 9 o'clock സെക്ഷനാണ്. ഓക്കെ, ഇത് 10 സെക്കൻഡിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു. ഓക്കെ, ഞാനിങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. 10 സെക്കൻഡിൻ്റെ പ്രാക്ടീസാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, ഗ്രൂപ്പ് ഒന്ന് ശരിയാക്കി, പ്ലീസ് വെയിറ്റ്. വിക്കുകളാണല്ലോ കൂടുതൽ. വിക്സ് വരുന്നുണ്ടല്ലോ. റെക്റ്റാങ്കിളൊക്കെ പോട്ടെ. ഇത് സ്റ്റോക്കാസ്റ്റിക് ആട്ടോ. ഈ ഇൻഡിക്കേറ്റർ സ്റ്റോക്കാസ്റ്റിക് ആണ്. ഈ സ്ട്രാറ്റജീൻ്റെ ഒരു വീഡിയോ ഞാൻ എവിടെ ഇട്ടിട്ടുണ്ട്? യൂട്യൂബ് ചാനലിട്ടുണ്ട്. ഞാൻ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും, ഓക്കെ, ഇനി ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ, ഇനി അതല്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, ഞാൻ എന്ത് ഉപയോഗിച്ചാലും അത് ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്തായാലും യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കി കണ്ട് താല്പര്യമുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പാകിസ്ഥാനിലേക്കൊന്ന് പോയി നോക്കാം. എവിടെ? PKR ഒരു അപ്പിലേക്കുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. റെക്റ്റാങ്കിൾ PKR ഒരു അപ്പിലേക്കുള്ള ചാൻസ് ഉണ്ട്. NGN ഒരു അപ്പിലേക്കുള്ള ചാൻസ് ഉണ്ട്. നോക്കട്ടെ, നമുക്ക് NGN നമുക്ക് കൊടുക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ പോട്ടെ, NGN ഒരു അപ്പിലേക്ക് കൊടുക്കാം. കാരണം ഇതെന്താണ് സ്ട്രാറ്റജി? വലിയൊരു ക്യാൻഡിൽ, 2 റെഡ് ക്യാൻഡിൽ. ഈ റെഡ് ക്യാൻഡിലിനെ ഇവിടെ ക്രോസ് ആയിട്ടില്ല. അപ്പോൾ അപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അത്രയേ ഉള്ളൂ, അപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ്? വലിയൊരു ക്യാൻഡിൽ. ഓക്കെ, വലിയൊരു ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇതൊരു എൻകൽഫ് ക്യാൻഡിലാണ് അല്ലേ? ആ ക്യാൻഡിൽ വന്നു. അതിൻ്റെ 2 റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണിത്? റീട്രേസ്മെൻറ്റ് അല്ലേ? റീട്രേസ്മെൻറ്റ് ഇവിടെ വന്നു. ഓക്കെ, ഇനി നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഈ ലോയിന് ക്രോസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് അപ്പിലേക്ക് പോകും എന്നുള്ള പൊസിഷൻ. ഓക്കെ, ഇതിപ്പോൾ ക്രോസ് ചെയ്തു കണ്ടോ? ക്രോസ് ചെയ്തു. പക്ഷേ ഇവിടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഡൗണിലേക്ക് എടുക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. ഓക്കെ, MTG നമുക്ക് അപ്പിലേക്ക് തന്നെ എടുക്കാൻ പറ്റൂ. ഓക്കെ, ഈ ഫ്ലോസ് യൂസ് MTG അത്രയും നമുക്ക് പറയാൻ പറ്റും. നമ്മൾ അപ്പിലേക്ക് എടുത്തു. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ഇവിടെ സപ്പോർട്ട് കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ സപ്പോർട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അപ്പിലേക്ക് എടുക്കാതിരുന്നത്. പക്ഷേ ആ സപ്പോർട്ടിലേക്ക് വന്നു, മാർക്കറ്റ് വന്നു. നോക്കാം നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. റിജക്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് അപ്പിലേക്ക് ഒന്നും കൂടി എടുത്തു നോക്കിയാലോ? റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പിലേക്ക് നമ്മൾ ഒന്നും കൂടി എടുത്തു നോക്കണം. ഓക്കെ, ഇതൊരു
നല്ലൊരു പരിപാടിയല്ല ഈ അപ്പിലേക്ക് ഒന്നും കൂടി എടുത്തു നോക്കുന്നത്. പക്ഷേ ഇവിടെ സപ്പോർട്ട് ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ്, ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അപ്പിലേക്ക് ഒരെണ്ണം എടുത്തു നോക്കുന്നത്. ഓക്കെ, ഈ മാർക്കറ്റ് ഇവിടെ അടിച്ച് ഇവിടെ താഴോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല, പിന്നെ നമുക്കൊന്നും പറയില്ല. പക്ഷേ നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ്സ് ചെയ്തരുത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ എഗെയിൻ അപ്പിലേക്ക് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, കണ്ടോ, അപ്പിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഫ്ലക്ച്വേഷൻ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ അപ്പിലേക്ക് എടുക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. കാരണം നമ്മൾ 1 സ്റ്റെപ്പ് MTG എടുത്താൽ മതി, അതാണ് ബെസ്റ്റ്. പക്ഷേ നമുക്ക് ഉറപ്പാണ് ഇത് അപ്പിലേക്ക് പോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യുക? പിന്നെ എന്ത് ചെയ്യാം? നമ്മൾ അപ്പിലേക്ക് തന്നെ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ചെയ്തേ മതിയാവുള്ളൂ, എടുത്തേ മതിയാവുള്ളൂ, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് പോട്ടെ. നെക്സ്റ്റ് ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ? ആവുന്നുണ്ട്. ഉണ്ടോ? സി അപ്പിലേക്ക് ഈ ഫ്ലോസ് യൂസ് ചെയ്യാൻ എഗെയിൻ അപ്പ്. ഇവിടെ എഗെയിൻ അപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കില്ല. ഓക്കെ, നമുക്ക് വളരെ കുറവാണ്. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് എന്തുകൊണ്ട് എന്നാൽ പിന്നെ ഈ സപ്പോർട്ട് വന്നിട്ട് പിന്നെ എന്നാൽ പിന്നെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ അപ്പിലേക്ക് എടുത്താൽ പോരെ എന്ന് ചോദിക്കാം നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാം. പക്ഷേ ഈ ഒരു സപ്പോർട്ടിന് മുമ്പ് ഇവിടെ ഒരു സപ്പോർട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഇതിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. രണ്ടാമത് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട്, ഇതിൻ്റെ മേലെ ഒരു സപ്പോർട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്പിൾ സപ്പോർട്ട് നമ്മൾ 1 മിനിറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അല്ലേ? 1 മിനിറ്റ് ട്രേഡ് ചെയ്യുന്ന സമയമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഇന്ന് മാർക്കറ്റ് ഒരു കുറച്ച് ഇതും കൂടിയാണ്. INR കുത്തി ഒലിക്കുകയാണല്ലോ താഴോട്ട് ഭയങ്കര ഇത് കാണുന്നുണ്ടല്ലോ. ഒരു താഴോട്ടൊരിത്. അയ്യോ, ഗുഡ്. എൻട്രി നമ്മുടെ മേലെയാണ് കിട്ടിയത്. നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് എവിടെയാണോ എൻട്രി കിട്ടിയതെന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് പിന്നായിട്ട് ഗ്രൂപ്പിലുള്ളവർക്ക് ലോസ് ആയി കഴിഞ്ഞാൽ, കാരണം എൻട്രി കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ? എൻട്രി കിട്ടിയത് മേലെയാണ്. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് ഇവിടെ ഇതിൻ്റെ തൊട്ട് താഴെ എനിക്ക് വിന്നാണെങ്കിലും എനിക്ക് വിന്നെന്ന് എഴുതാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് കിട്ടിയ എൻട്രി ആയിരിക്കില്ല മറ്റുള്ളവർക്ക് കിട്ടുന്നത്, അതാണ്. പക്ഷെ ഇത് റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും ഇത് തന്നെയാണ്. MTG നമുക്ക് അപ്പ് കൊടുക്കാൻ കൊടുത്തോളൂ. MTG നമുക്ക് അപ്പ് എടുക്കാം കേട്ടോ. MTG നമുക്ക് അപ്പ് എടുക്കാം. MTG നമ്മൾ അപ്പ് എടുത്തിട്ടുണ്ട്, നോക്കട്ടെ. MTG അപ്പ് എടുത്തപ്പോഴത്തേക്കും ക്യാൻഡിൽ താഴോട്ട് വരുന്നു. ഇല്ല, ഇത് അപ്പിലേക്ക് തന്നെ പോകും. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സിമ്പിളാണ്. നമ്മുടെ ട്രേഡിംഗ് ഒക്കെ വളരെ വളരെ സിമ്പിളാവുന്നതിൻ്റെ കാരണം ഇതാണ്. ഓക്കെ, ഇനി ഫ്ലക്ച്വേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണ് റിജക്ഷൻ. ഓക്കെ, ഇവിടെയാണ് റിജക്ഷൻ. ഈ റിജക്ഷൻ തട്ടിയിട്ട് പിന്നെ അടിച്ച് ബും എന്ന് പറഞ്ഞ താഴോട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഈ ഭാഗത്ത് റിജക്ഷൻ, നമ്മൾ മേലോട്ട് പോകണ്ട, ഈ ഭാഗത്താണ്. കാരണം അടുപ്പിച്ച് വന്നുകൊണ്ട് ഈ ഗ്രീൻ ക്യാൻഡിലും ഈ റെഡ് ക്യാൻഡിലും കൂടി ഈ ഒരു ഭാഗത്താണ് റിജക്ഷൻ. ഓക്കെ, കണ്ടോ, ഞാൻ പറഞ്ഞില്ല, അടിച്ച് താഴോട്ട് വരികയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് നമ്മൾ ഇരിക്കണം എന്നുള്ളതാണ്. നമുക്ക് വേറെ ഒരു രക്ഷയുമില്ല.
നൗ നമ്മൾ താഴോട്ട് തന്നെ ട്രേഡ് എടുത്തു. ഓക്കെ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ, എന്തൊരു കഷ്ടമാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ യൂട്യൂബിലിടും, എന്തുകൊണ്ടാണെന്നറിയോ? ഓക്കെ, മാർക്കറ്റ് നമുക്ക് തരുന്ന എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ട്, ഓക്കെ, ആ ഒരു ബുദ്ധിമുട്ട് അത് ചില്ലറയൊന്നല്ല. ഓക്കെ, അത് ചില്ലറയൊന്നല്ല. ഇതാണ് ഒരു ട്രേഡറിൻ്റെ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രേഡറിൻ്റെ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡറിൻ്റെ നൊമ്പരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ തള്ളുകയെന്നൊന്നും വിചാരിക്കേണ്ട, സത്യമാണ്. കാരണം ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഇവൻ ഈ കിടന്ന് തള്ളുന്നത്, ഇവൻ ഈ കിടന്നിട്ട് എന്താ പറയുക ഭയങ്കര ഇതാണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾ റിയൽ മണി വെച്ചിട്ടൊന്ന് ട്രേഡ് ചെയ്ത് നോക്ക്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, റിയൽ മണി വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ട്രേഡ് ചെയ്ത് നോക്കുമ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എന്താണെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതെന്താന്ന് ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ചങ്കൊക്കെ ഇങ്ങനെ ഇടിക്കിങ്ങനെ ഗിഡ് എന്ന് പറഞ്ഞിട്ട് റിയൽ മണിയിലെ ട്രേഡ് എടുത്ത് നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അത് പ്രോഫിറ്റ് കിട്ടുമോ ലോസ് ആവുന്ന, പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ആർക്കും ഒന്നും ആവില്ല, സന്തോഷമായി. ലോസിലേക്ക് പോകുമ്പോഴാണ്, നമ്മുടെ എഗനിസ്റ്റ് പോകുമ്പോഴാണ്, അപ്പോഴാണ് നമുക്കറിയുക, അപ്പോഴാണ് നമ്മുടെ ചങ്കിടിക്കുക. അത് 70 രൂപയായാലും ശരി, 700 രൂപയായാലും ശരി, അല്ലേ, അല്ലെങ്കിൽ 7,000 ആയാലും ശരി, 70,000 ആയാലും ശരി. ഓപ്പോസിറ്റ്, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പോയാൽ ഓക്കെ പണിയാണ്. നമുക്കിനി വേറെ നോക്കാം. IDR എങ്ങനെയുണ്ട്? IDR ഡൗണിലേക്ക് ഒരു ഫാൾ വരുന്നുണ്ട്. IDR കുഴപ്പമില്ല. INR കുഴപ്പമൊന്നുമില്ല. പക്ഷെ NGN എങ്ങനെയുണ്ട്? NGNനും കുഴപ്പമില്ല. NGN നമുക്കൊന്ന് ഡൗണിലേക്ക് എടുക്കാം. ഇവിടെ ഒരു സപ്പോർട്ട് കിടക്കുന്നുണ്ടല്ലോ. ഇല്ല, നല്ലൊരു കുത്തിയൊഴുക്കുണ്ട്, ഒരു ചാലിയുണ്ട്. ഓക്കെ, ഇവിടം വരെ വരാനുള്ളൊരു ഒരു ത്വരയുണ്ട്. ഓക്കെ, അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടേക്കാം. ഇനി എല്ലാം അവൻ്റെ ഇത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഡൗണിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു ടൈപ്പ് ചെയ്യണേ. മാർക്കറ്റ് ഈസ് നോട്ട് ഫോളോയിങ് എനി rules. Market is not following any rules or any strategy. Okay, anything. Okay, leave it. നമുക്ക് അങ്ങനെ കൊടുക്കാം. MTG അപ്പിലേക്ക് പോകുമോ? MTG മോനെ ഇല്ല, ഇവിടെ ഉണ്ടല്ലോ, ഇവിടം വരെ സപ്പോർട്ട് കിടക്കുന്നുണ്ട്. അപ്പം അപ്പിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ അപ്പിലേക്ക് പോകുന്ന ചാൻസ് കുറവാണ്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് കാണിക്കുന്നത് കൊണ്ട്, പിന്നെ ഫ്ലക്ച്വേഷനും അതൊക്കെ ഉള്ളത് കൊണ്ടും, ഇവിടെയാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് കിടക്കുന്നത് കൊണ്ടും, ചിലപ്പോൾ ഒന്ന് തുള്ളിച്ചാടി വല്യാപ്പ കല്യാണത്തിന് പോകും എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒന്ന് തുള്ളാം, ഒരൊറ്റ ചാട്ടം. ആ ചാട്ടം ഈ ഒരു ഗ്രീൻ ക്യാൻഡിനെ കവർ ചെയ്യുകയാണെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, പക്ഷേ ഈ ഗ്രീൻ ക്യാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് പറയുകയാണ്, മോനെ ഇപ്പം പോകണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് പ്രോഫിറ്റ് ഇട്ടത് നമുക്ക് സന്തോഷമായിട്ട് പോകാം. പക്ഷേ ഇന്നത്തെ ട്രേഡ് നോക്കിക്കേ, ലാസ്റ്റ് സെക്കൻഡിലാണ് ടേൺ ആവുന്നത്. ലാസ്റ്റ് സെക്കൻഡ് വരെ നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മളിപ്പോൾ പിന്നെ നോക്കി കണ്ടേ, നോക്കിക്കേ. കിട്ടി. അത് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്നറിയോ? ഗ്യാപ്പ് ഡൗണിൽ വിന്ന് കണ്ടോ.
നോക്കി, മനസ്സിലായോ? ഇന്നത്തെ മാർക്കറ്റ് ഇങ്ങനെയാണ്. ഗ്യാപ്പ് ഡൗൺ പിൻ ബിഗ് തന്നെ എടുക്കട്ടെ. ഒരു ചിരിക്കണ സിമ്പിൾ ഇടാം. നോക്കി, 1 വിന്ന്, 2 വിന്ന്, 3 വിന്ന്. കണ്ടോ? ഞാൻ ഈ വീഡിയോ കാണിച്ചത് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിലിട്ടത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ വീഡിയോയിലൊന്ന് കാണിക്കുന്നു, ഗ്രൂപ്പിൽ വേറെ ഒന്ന് കാണിക്കുന്നു, ആ പരിപാടി ഒന്നുമില്ല. ഓക്കെ, നേരെ വാ നേരെ പോവും. ഓക്കെ, ലോസ് ആയാൽ അത് റിക്കവർ ചെയ്യും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ലോസ് ആയാൽ എന്ത് ചെയ്യാൻ പറ്റും? റിക്കവർ. ലോസ് ആകില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, ലോസ് ആകില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റില്ല ലോസ് ആകില്ല എന്ന്? ആർക്കും പറയാൻ പറ്റില്ല. ലോസ് ആകും, 100% ലോസ് വരും. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു സിഗ്നൽ എടുത്തു, നമ്മളിപ്പോൾ എഗെയിൻ അപ്പ് എടുത്തില്ലെങ്കിൽ എന്താണ് അത്? സിഗ്നൽ ലോസ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്യാൻഡിൽ നമ്മൾ ട്രേഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. അടുത്ത ക്യാൻഡിൽ നമ്മൾ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത്, അല്ലെങ്കിൽ അടുത്ത സിഗ്നലിൽ നമ്മൾ ഡബിൾ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റിലേക്ക് വരുത്തും, അത്രയേ ഉള്ളൂ. വേറെ എന്ത് സംഭവിക്കണം? ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കില്ല. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മായാവി ട്രേഡിങ്ങിനെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓക്കെ എന്ത് ചെയ്യണം? ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ID എനിക്ക് അയച്ചു തരിക. പിന്നെ ബാക്കിയുള്ള ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ VIP ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കഴിയുന്നതും ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതൊരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. ക്രിപ്റ്റോ കറൻസി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റും വിഡ്രോവലും ഒക്കെ ആദ്യം തന്നെ കോട്ടക്സ് പറയും. കോട്ടക്സ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയല്ല. ബിനോമോ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനി, ബൈനോമോ. ഓക്കെ, അതുപോലെ തന്നെ പോക്കറ്റ് ഓപ്ഷൻ, ഏത് ഇതായാലും ശരി ഇന്ത്യൻ കമ്പനികളല്ല ഇത്. ഓക്കെ, ഇത് വേൾഡ് വൈഡായിട്ടുള്ള, ലോകത്ത് വേൾഡ് വൈഡായിട്ട് പ്രവർത്തിക്കുന്ന ബൈനറി പ്ലാറ്റ്ഫോമുകളാണ്. ഇവിടെ അപ്പോൾ ഡെപ്പോസിറ്റും വിഡ്രോവലും നടക്കുന്ന ക്രിപ്റ്റോ കറൻസികളാണ് ഇതേപോലുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യൂ, ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതാത് രാജ്യങ്ങളുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അവരുടെത്തെ ലോക്കൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്താണ്? UPI നെറ്റ് ബാങ്കിങ്. അതും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോക്കസിങ് അവരെന്താണ് അവർ ചെയ്യുന്നത് വെച്ചാൽ ക്രിപ്റ്റോ കറൻസിയാണ് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് ബൈനാൻസ് ആയാലും ബിറ്റ്ഗേറ്റ് ആയാലും അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ആയാലും അതുപോലുള്ള ഏത് വാലറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ആ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി ആകുമ്പോൾ ഡയറക്റ്റ് കോട്ടക്സിലേക്കാണ് നമുക്ക് പോവുക. വിഡ്രോവൽ ആയാലും ഡയറക്റ്റാണ് നമ്മുടെ കയ്യിലേക്ക് വരിക. പക്ഷേ ഇവിടെ ആസ് പെർ ദ RBI റൂൾ പ്രകാരം ഒരു ഇന്ത്യൻ കമ്പനിയിലേക്കല്ലാതെ നമ്മൾ ഫോറിൻ കമ്പനികളിലേക്ക് ഇതുപോലുള്ള ക്യാഷ് അടയ്ക്കണമെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഏജൻസിയിലേക്ക് മാത്രമേ നമുക്ക് ഡെപ്പോസിറ്റും വിഡ്രോവലും ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്തു കോട്ടക്സ് എന്ത് ചെയ്തു? ഇന്ത്യയിൽ കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ കുറച്ച് ടീമിനെ കോട്ടക്സ് മാത്രമല്ല മിക്ക ഇപ്പോൾ XNS ആയാലും ശരി എല്ലാതും ഓക്കെ ഫോറിൻ ഇതായിട്ടുള്ള കമ്പനികൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാത് രാജ്യങ്ങളിൽ അവരുടെ മിഡിലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി ഏജൻറ്റിനെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി ഏജൻറ്റ് എന്ന് പറയുന്നത് അത് വലിയൊരു ഫേം തന്നെയാണ്. ഓക്കെ, വലിയൊരു ഫേം തന്നെയാണ്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, വലിയ ഫേമാണ്, ബില്യൺസിൻ്റെ ഉള്ള ആൾക്കാരുകളായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള തേർഡ് പാർട്ടി ആയിട്ടുള്ള ഏജൻസിനെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ മണി കൊടുക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ UPI ആയാലും ശരി നെറ്റ് ബാങ്കിലൂടെ ആയാലും ശരി നമ്മൾ ഇന്ത്യൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ മണി എവിടെയാണ് പോകുന്നത്? ഫസ്റ്റ് ഈ ഇന്ത്യയിലുള്ള തേർഡ് പാർട്ടീൻ്റെ കയ്യിൽ പോകും. അവരെന്ത് ചെയ്യും? ഒരു ലോഡ്സ് ആയിട്ടാണ് അവർ അയക്കുക. അല്ലാതെ ഒരാളുടെ ഇപ്പോൾ ഞാൻ അയച്ചു, അബീൻ്റെ പൈസ അവിടെ വന്നു, അയ്യോ അബീൻ്റെ പൈസ വേഗം കൊണ്ടുപോയി കോട്ടക്സിൽ കൊണ്ടുപോയിട്ട് അങ്ങനെയല്ല അവർ ചെയ്യുക. അവർക്കൊരു ഇതുണ്ടാവും. നമ്മൾ പറയില്ലേ കൊറിയർ അയക്കുന്ന എങ്ങനെയാണ്? ഒരുപാട് ഇത് വരുമ്പോൾ ഒരു അയക്കില്ലേ, അതേപോലെ ഒരുപാട് ഒരു എമൗണ്ട് വരുമ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് ഓക്കെ എന്ത് ചെയ്യും? കോട്ടക്സിലേക്ക് അയക്കും. അവിടെ ആ ഒരു ടൈമാണ് നമുക്ക് ഡിലേ ആവുന്നത്.
അത് ചിലപ്പോൾ 3 to 4 days ആവാം, ചിലപ്പോൾ 1 day ആവാം, ചിലപ്പോൾ 1 hour ആവാം. ഓക്കെ, അങ്ങനെ അതാണ് നമുക്ക് വിഡ്രോവൽ UPI വെച്ച് ചെയ്ത് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വെച്ചിട്ട് വിഡ്രോവൽ ചെയ്യുമ്പോൾ നമുക്കൊരു 3 to 4 days ഡിലേ ആകുന്നത്. ഇൻ കേസ് ചിലവർക്കത് എത്രയാവും 1 week ഒക്കെ ആവാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഡെപ്പോസിറ്റും അതുപോലെ തന്നെ ചിലപ്പോൾ 1 day വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞില്ലേ? ഇതാണ് എന്താണ്, ഒരു മിഡിൽ മാൻ, ഒരു തേർഡ് പാർട്ടിയാണ് INRൻ്റെ ട്രാൻസാക്ഷന് വേണ്ടി നിൽക്കുന്നത്. പക്ഷെ ക്രിപ്റ്റോ കറൻസി ആകുമ്പോൾ നമ്മൾക്ക് ഒരു തേർഡ് പാർട്ടി ഇല്ല, ഒരാളുമില്ല, ഇൻസ്റ്റൻ്റ് ആണ് ഡെപ്പോസിറ്റ്. വിത്തിൻ വൺ ഡേയിൽ നമുക്ക് വിഡ്രോവൽ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾ സെൽഫ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ വിത്തിൻ 3 hours നിങ്ങൾക്ക് വിഡ്രോവൽ വരും. ഓക്കെ, അപ്പോൾ അതാണ് കാര്യങ്ങളൊക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, ഇതാക്കുക. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണ്, ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം, പഠിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർ മായാവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, പോയിക്കോളുക. അവിടെ ക്ലാസ് ഉണ്ട്. അവിടെ ഞാൻ ക്ലാസ്സുകളായിട്ട് നമ്മുടെ കോഴ്സുകൾ എനിക്ക് കോഴ്സില്ല. ഓക്കെ, ക്ലാസ്സുകളായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പുറത്ത് കൊടുക്കുന്ന 1 ലക്ഷം രൂപ ഫീസ് അല്ലെങ്കിൽ 20,000 30,000 ഫീസ് കൊടുത്തിട്ട് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിനെയും കാട്ടും ഒരു സ്റ്റെപ്പ് കൂടുതലായിരിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതായിരിക്കും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക. നിങ്ങൾ പോയി കണ്ടുകൊള്ളൂ, താല്പര്യമുള്ളവർ പ്രാക്ടീസ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു, ബൈ.